ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. എന്താണ് സ്പെഷ്യൽ ഡേ പറഞ്ഞാൽ, ടുഡേ ഈസ് മൈ ബർത്ത്ഡേ. ഇന്നെൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടിയിട്ട് അമ്പലത്തിൽ വന്നു. ഇതാണ് കൂട്ടുകാരൻ സഞ്ജയ്. കൂട്ടുകാരൻ്റെ വക ഷർട്ട് എടുത്ത് തന്ന് സർപ്രൈസ് ചെയ്തിരിക്കുന്നു നമ്മളെ. ഇന്നലെ രണ്ടാം കൂടി പോയി ഷർട്ട് എടുത്താണ്. എന്നിട്ട് അവനൊക്കെയാണ് പറഞ്ഞിട്ട് ഇപ്പോൾ എനിക്ക് തന്നിരിക്കുന്നു. ഗൈസ്, ഇതാണ് സർപ്രൈസ് എന്നാണ് അവൻ പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇങ്ങനത്തെ ഫ്രണ്ട്സിന് കിട്ടണമെങ്കിൽ നമ്മൾ ഭാഗ്യം ചെയ്തിരിക്കണം. ഭാഗ്യം ചെയ്യാം. നമ്മളത് അമ്പലത്തിൽ കണ്ടിട്ട് തിരക്കൊന്നുമില്ല. അപ്പോൾ പോയി തൊഴുതിയിട്ട് വരാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുതി ഇറങ്ങിയിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ശരിക്കത്തെ പരിപാടി തുടങ്ങാൻ പോകുന്നത്. പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയുന്നതായിരിക്കും. ഗൈസ്, നമ്മൾ നേരെ ഹോട്ടലിലേക്ക് വന്നിരിക്കുന്നു. ഫുഡ് കഴിക്കും. രാവിലെ എന്താ കഴിക്കാൻ വെച്ചാൽ മസാല ദോശ. നമ്മുടെ വണ്ടി അവിടെ ഉണ്ട്, കഴിച്ചിട്ട് വരാം. ഗ്രീൻ പീസ് കറി കൂട്ടുകാരെ കഴിച്ചിട്ട് എങ്ങനെയുണ്ട് പറയുന്നത്? നമ്മൾ കഴിച്ചിട്ട് വരാം. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഞാൻ ആടിക്കൊണ്ടിരിക്കുന്നു. ഗായ്സ്, ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, പരിപാടിയൊന്നുമില്ല. ഞാൻ കുറേ ഇങ്ങനെ ആലോചിക്കുന്നു. ഇന്നൊരു ട്രിപ്പ് പോകാൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് മൈൻഡിൽ ഇങ്ങനെ വന്നത്, നമ്മളെപ്പോഴും ട്രിപ്പ് തന്നെ അല്ലേ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഭക്ഷണം കിട്ടാത്ത ആർക്കെങ്കിലൊക്കെ ഭക്ഷണം വാങ്ങിക്കൊടുക്കുക എന്നുള്ളൊരു പ്ലാനൊന്നുമില്ല, ചെയ്യാൻ തന്നെയാണ്. ഇപ്പോൾ ഫുഡ് വാങ്ങിയിട്ട് ഇപ്പോൾ നമ്മുടെ പാലക്കാട് ജില്ലാ ഹോസ്പിറ്റലിൻ്റെ അവിടെയൊക്കെ ഇപ്പോൾ ഭക്ഷണം കിട്ടാത്ത കുറേ പേരുണ്ടാവും. അപ്പോൾ അവർക്ക് ഫുഡ് വാങ്ങിക്കൊടുക്കുക എന്നുള്ള പ്ലാനിലാണ്. ഓക്കെ, നമുക്ക് അത് ചെയ്യാം. ഓക്കെ ഗൈസ്, അതാ കണ്ടില്ലേ, ആ കടയിൽ നിന്നാണ് നമ്മൾ ഫുഡ് പറഞ്ഞിരിക്കുന്നത്. ഒരിക്കൽ ഞാനും ഇവരും കൂടിയിട്ട് പെയിൻറ്റ് പണിക്ക് പോകുമ്പോൾ ഫുഡ് എടുത്തില്ല. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ടാണ് ഫുഡ് കഴിച്ചത്. 60 രൂപയുള്ളൂ ഊണ് അല്ലേ? സൂപ്പർ ഫുഡ് ഇല്ലേ? സൂപ്പർ ഫുഡ്. ശരി, ഇവിടെ തന്നെ ആകാൻ പറഞ്ഞാണ്. അവിടെ നിന്ന് 12 കിലോമീറ്റർ. നമ്മുടെ വീട് കുഴമത്ത്, ഇവിടെ കൂട്ടുപാത 12 കിലോമീറ്റർ ഇല്ലേ കാക്കെ? ഡ്രൈവർ സുര. എന്നിട്ട് നമ്മൾ ഇവിടെ വരണമെങ്കിൽ നിങ്ങൾ അന്ന് ആലോചിച്ച് നോക്കൂ. പാവം, അവർക്ക് എന്തെങ്കിലും കിട്ടിക്കോട്ടെ പുറത്ത് വന്നത്. ഓക്കെ, നമ്മളപ്പോൾ ഷെയ്ക്ക് കുടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഊണാവുമ്പോൾ 12:30 ആകുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഷെയ്ക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് പിള്ളേർക്ക് വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് അഭിപ്രായം പേര് കേൾക്കുന്നോട്ടെ? അപ്പോൾ നമ്മളൊന്ന് കുടിച്ച് നോക്കാം. ഫുഡ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ എത്ര നേരം വെയിറ്റ് ചെയ്യണം. പിള്ളേർ നോക്കാൻ പോയിട്ടുണ്ട്.